അങ്ങനെ കുറേ നേരം വെയിറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ബസ്സിൽ കയറി കേട്ടോ. സോ നമ്മൾ ഫസ്റ്റ് കാണാൻ പോകുന്നത് ഹിപ്പോപ്പൊട്ടാമസിനെയാണ്. തംബ്നെയിലിൽ കണ്ട പോലെ നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ദുബായ് സഫാരി പാർക്കിലാണ്. ഇന്ന് ആക്ച്വലി ഒരു ഹോളിഡേ ആണ്, അപ്പോൾ അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു അവിടെ പോയപ്പം. നമ്മളങ്ങനെ ടിക്കറ്റ് സ്കാൻ ചെയ്തു. നമുക്ക് ഇതേപോലത്തെ 2 ബാൻഡ് കിട്ടിയിട്ടുണ്ട്, നമുക്ക് കയ്യിൽ കെട്ടാം. മുകളിൽ സഫാരി ജേണി എന്ന് എഴുതിയിട്ടുണ്ട്. നമ്മൾ 2 പേരും കയ്യിൽ ബാൻഡൊക്കെ കെട്ടിയിട്ടുണ്ട്. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞാനിപ്പോൾ ഇന്നുള്ളത് ദുബായിലെ ഏറ്റവും വലിയ സൂ ആയ ദുബായ് സഫാരി പാർക്കിലാണ്. നമ്മളിവിടെ ഇന്ന് ഫുള്ള് എക്സ്പ്ലോർ ചെയ്യാൻ പോവാണ്. ഓൺലൈനായിട്ടാണ് ടിക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ടിക്കറ്റ് നമ്മൾ സ്കാൻ ചെയ്തു, നമുക്കിതുപോലത്തെ ഒരു ബാൻഡ് കിട്ടി. അപ്പം നമ്മൾ പേ ചെയ്തത് 125 ദിർഹംസ് ആണ് പെർ ഹെഡ്. അത് ഒരു ഡെസേർട്ട് ബണ്ടിൽ എന്ന് പറഞ്ഞൊരു പാക്കേജാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് വേഗം ദുബായ് സഫാരി പാർക്ക് എക്സ്പ്ലോർ ചെയ്തിട്ട് വരാം. ഇവിടെ ഇങ്ങനെ കുറേ ഈ ഈദിൽ എത്തിഹാദ് ആയതുകൊണ്ട് തന്നെ ഇവിടെ കുറേ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ ലുക്കേമത്താന്ന് തോന്നുന്നു വിൽക്കുന്നുണ്ട്. പിന്നെ അതേപോലെ ഇവിടെ എന്തൊക്കെയോ ഫുഡ് ഐറ്റംസും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഫേസ് പെയിൻറ്റിങ്, എണ്ണ, അങ്ങനത്തെ കുറേ സംഭവങ്ങൾ ഇവിടെ കാണുന്നുണ്ട്. നമ്മളിങ്ങനെ അന്തവും കുന്തവും ഇല്ലാണ്ട് നടക്കാം. എന്താ സംഭവം എന്നറിയില്ല. നമുക്കിവിടെ കുറച്ച് ഇൻസ്ട്രക്ഷൻസും കാര്യങ്ങളുണ്ട്, അപ്പോൾ നമുക്ക് വായിച്ചു നോക്കാം. ഇന്ന് ഹോളിഡേ ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല തിരക്കാണ് കേട്ടോ ഇവിടെ. നമ്മളിവിടെ അങ്ങനെ ബസ്സിനായിട്ട് ഇങ്ങനെ ക്യൂ നിൽക്കാം. നമ്മൾ 125 ദിർഹംസിൻ്റെ ടിക്കറ്റ് എടുക്കുകയാണെങ്കിൽ നമുക്ക് ട്രെയിൻ ആൻഡ് ബസ് അൺലിമിറ്റഡ് ആക്സസ് ആണ്. നമ്മളൊരു ബസ്സിൽ കയറിയിട്ടുണ്ട്. ഇങ്ങനത്തെ ഒരു സ്റ്റേഷനിൽ പോയിട്ട് നമ്മൾ ബസ്സിൽ പോകണം. ഇപ്പം നമ്മളൊരു ജിറാഫ് സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. എല്ലാ സ്ഥലത്തും ഭയങ്കര ക്യൂ കേട്ടോ. അങ്ങനെ നമ്മൾ ബസ്സിൽ കയറാൻ പോവാണ്. ഒരുപാട് നേരം ക്യൂ വെച്ചാണ് ഹാഫ് ആൻ അവർ ബസ് സഫാരി എന്നാണ് പറയുന്നത്. നമ്മൾ എത്ര നേരം ക്യൂ നിൽക്കുമായിരുന്നു. ബസ്സിൽ കയറണം. ഓൾമോസ്റ്റ് ബസ്സിൻ്റെ അടുത്തെത്താനായി. അങ്ങനെ കുറേ നേരം വെയിറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ബസ്സിൽ കയറി കേട്ടോ. ഒരു 3/4 മണിക്കൂറല്ലേ വെയിറ്റ് ചെയ്തിട്ടുണ്ടാവും. ഇന്നാണെങ്കിൽ പ്രത്യേകിച്ച് ഭയങ്കര തിരക്കാട്ടോ, നാഷണൽ ഡേ ആയതുകൊണ്ട്. ഇനിയൊരു ഹാഫ് ആൻ അവർ ഇതിനുള്ളിൽ സഫാരി ടൂറുണ്ട്. ഓക്കെ, അപ്പോൾ ഞാൻ ടിക്കറ്റ് ചാർജ് പറഞ്ഞല്ലോ 125. അപ്പോൾ ഈ 125 എടുക്കുന്ന ആൾക്കാർക്ക് മാത്രമേ ഈ ഒരു ഈ ബസ്സിൽ ഈ ഒരു ടൂർ ഉണ്ടാവുള്ളൂ. അല്ലാത്ത ആൾക്കാർക്ക്
നടന്ന് നടന്ന് കാണണം എല്ലാം. Animal we're going to see the third largest animals. هو ثالث أضخم حيوان في البرية. Which one is it? Hippos. Or فرس النهر. So നമ്മൾ ഫസ്റ്റ് കാണാൻ പോകുന്നത് ഹിപ്പോപ്പൊട്ടാമസിനെയാണെന്ന് പറയുന്നത്. We have 3 of them on the left hand side. الناحية اليسار. ഒരാളിങ്ങനെ കിടക്കുന്നുണ്ട് കേട്ടോ. Hippos spend most of the time inside the water because they have really sensitive skin, almost around 16 hours. بيقضي 16 ساعة داخل الماء لأن بشرته أو جلده حساس. കണ്ടോ അവിടെ കിടക്കുന്നത്. And the second largest antelope اللي هو ظبي العنت، ثاني أضخم الضباع من الناحية اليمين. അടുത്ത നമ്മളൊരു കാണാൻ വന്നൊരു ബേർഡ് ഷോ ഉണ്ട്. അപ്പം അത് കാണാനായിട്ടാണ് ഇവിടെ അതിനും ക്യൂ ആണ്. അപ്പോൾ ക്യൂവിൽ നിൽക്കുകയാണ്. എവിടെയാണ് ആ ഒരു ബേർഡ് ഷോ നടക്കുന്നത്. സഫാരി പാർക്കിൽ ഇത്തരത്തിലുള്ള പല ഷോസും നടക്കാറുണ്ട്. അതിങ്ങനെ ഓരോ സ്കെഡ്യൂൾ വെച്ചിട്ടാണ്. അപ്പം നമ്മൾ ടൈം മാനേജ് ചെയ്തിട്ട് ഈ ഒരു ഷോസ് കാണാൻ പോയിട്ടുണ്ട്. നമുക്കൊരു ഗുഡ് എക്സ്പീരിയൻസ് ആയിരിക്കും. Hello! Happy National Day to all of us here. And I'd like to welcome everyone to Dubai Safari Park, especially here at the Bird Kingdom. By the way, my name is Patch and I'm only one of the trainers here. What are you? It's like your segment. This is Midnight, our raven. Looks like somebody has left rubbish on the ground. You see another one here? Alright, here it is. Just pick it up and throw it. There you go! So Midnight, our raven would like to remind everyone to please not leave the rubbish on the ground, but please throw it in the proper bins or there are rubbish bins at either side of the theater. Thank you so much, Midnight. Are giant eaters, and they are called great winged trumpeters. They come all the way from. Oh, there's another visitor here. So these two are Papuan or blind squirrels, and they come all the way from Papua New Guinea, and they solve other stories for you to discover. Remember, take care of our planet, spread your wings, and think എക്സ്പ്ലോർ വില്ലേജിലെ ബേർഡ് ഷോ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ നേരെ പോയത് ഏഷ്യൻ വില്ലേജിലാണ്. അവിടെയും ആനിമൽസിൻ്റെ എന്തോ ഒരു ഷോ നടക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു.
സഫാരി പാർക്കിലെ ഇത്തരത്തിലുള്ള ഷോസ് എല്ലാവരെയും ഭയങ്കര എൻജോയ് ചെയ്യിപ്പിക്കുന്നതാണ്, എസ്പെഷ്യലി കുട്ടികളെ. അപ്പോൾ ഈ ഒരു ഷോ കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഏഷ്യൻ ആനിമൽസിനെയും ബേർഡ്സിനെയും ഒക്കെ കാണാൻ പോയി. ഏഷ്യൻ വില്ലേജിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന വേറൊരു അട്രാക്ഷനാണ് അറേബ്യൻ ഡെസേർട്ട് സഫാരി. ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഒരു ഓപ്പൺ വാൻ സഫാരിയാണ്. അപ്പം നമുക്ക് ഡെസേർട്ടിലുള്ള ആനിമൽസിനെയും ഒക്കെ കാണാൻ പറ്റും. അങ്ങനെ ഈ ഒരു ഡെസേർട്ട് സഫാരി സ്റ്റോപ്പ് ചെയ്തത് കിഡ്സ് ഫാമിലാണ്. അപ്പോൾ ഇവിടെ മെയിനായിട്ട് ഡൊമസ്റ്റിക് ആനിമൽസ് ആണ്. ഷീപ്പ്, ഗോട്ട്, പിന്നെ ഹോസ്, ഡോങ്കി, അങ്ങനത്തെ കുറേ ആനിമൽസ്. പിന്നെ ആനിമൽസിനെ നമുക്ക് ഫീഡ് ചെയ്യാനും പറ്റും. അങ്ങനെ അവിടുത്തെ കാഴ്ചയൊക്കെ കണ്ട് നമ്മൾ പിന്നെ പോയത് ആഫ്രിക്കൻ വില്ലേജിലാണ്. ആക്ച്വലി നമ്മൾ കാണിച്ചൊരു മണ്ടത്തരം, നമ്മൾ ഈ ഒരു വില്ലേജ് കവർ ചെയ്തത് ഈവനിങ് ടൈമിലായിരുന്നു. ഇവിടെയാണ് ഒരുപാട് ആനിമൽസും കാര്യങ്ങളൊക്കെ ഉള്ളത്. നമുക്ക് കൂടുതൽ എക്സ്പ്ലോർ ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഉള്ളത്. ഈവനിങ് ആയതുകൊണ്ട് തന്നെ ലൈറ്റ് ഭയങ്കര കുറവായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് കൂടുതലായിട്ട് അങ്ങനെ ക്യാപ്ചർ ചെയ്യാനൊന്നും പറ്റിയിട്ടില്ല. നമ്മളിപ്പോൾ കാണുന്നത് ആഫ്രിക്കൻ ആനകളെയാണ്. ഇത് നമ്മുടെ നാട്ടിലെ ആനകളെക്കാളും വ്യത്യസ്തമാണ്. ഇതിൻ്റെ ചെവി ആയിക്കോട്ടെ, കൊമ്പായിക്കോട്ടെ നമ്മുടെ നാട്ടിലെ ആനകളെ പോലെയല്ല. ഇതാണ് ഹൈന. ആഫ്രിക്കൻ ഇക്കോസിസ്റ്റത്തിൽ പെട്ട ഇവ ഭയങ്കര ബ്രൂട്ടൽ ആയിട്ടുള്ള പ്രെഡേറ്ററാണ്. അങ്ങനെ ഈ ഒരു കാഴ്ചകളൊക്കെ കണ്ടതിന് ശേഷം നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് റെപ്റ്റൈൽ ഹൗസിലാണ്. ഇവിടെ മെയിനായിട്ട് സ്നേക്സ്, സ്പൈഡേഴ്സ്, ഫ്രോഗ്സ്, അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെയാണ്. ഇനി നമ്മൾ അടുത്തതായിട്ട് പോകുന്നത് ഫ്ലെമിംഗോ സ്റ്റേഷനിലേക്കാണ്. ഇവിടെ സമയം ഏകദേശം ഒരു 5:45 നേരം ഇരുട്ടിത്തുടങ്ങി. അപ്പോൾ ഈ ഒരു വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായി എല്ലാവരും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ല കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ പുതിയ വിശേഷങ്ങളായിട്ട് കാണുന്നവരെ ബൈ.